ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ പോർഷൻ ട്രാക്കറിലുണ്ട്. അപ്പോൾ ഒരുപാട് ടീച്ചർമാർ ഈ ബെനിഫിഷ്യറി റിക്വസ്റ്റ് അപ്രൂവൽ കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ അതിനൊരു ചെക്കിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മോണിറ്ററിങ് സിസ്റ്റം നമ്മുടെ ICDC ലെവലിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെക്കിങ് മോണിറ്ററിങ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളെ ടീച്ചർമാർ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ഡാറ്റയൊക്കെ എടുത്തു തരാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് നമ്മളെ സംബന്ധിച്ച് ഈ ബെനിഫിഷ്യറി റിക്വസ്റ്റ് നിങ്ങൾ ടീച്ചർമാർ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ടീച്ചർമാരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. നിങ്ങൾക്കത് പിന്നെയും ഡാഷ്ബോർഡിലേക്ക്, അതായത് നിങ്ങളുടെ പോർഷൻ ട്രാക്കറിലേക്ക് ഇനി ആ ബെനിഫിഷ്യറിയെ വേണ്ടതില്ല, റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനും റിജക്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യണം, റിജക്റ്റ് ചെയ്യേണ്ടത് റിജക്റ്റ് ചെയ്യണം. അത് നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അക്സെപ്റ്റും റിജക്റ്റും ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റും റിജക്റ്റും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യറി ലോഗിനിൽ അവർ നോക്കുമ്പോൾ പെൻഡിങ് ആയിരിക്കും കാണാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പുതിയതായിട്ടൊരു ബെനിഫിഷ്യറീനെ ചേർക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റാണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അവരോട് പറയും, ബെനിഫിഷ്യറിയോട് പറയും, നിങ്ങൾ ചേർക്കുമെന്ന് പറയും. അതായത് PM ആണെങ്കിൽ PM, LM ആണെങ്കിൽ LM, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികളെ ചേർക്കുമെന്ന് അവരുടെ അമ്മമാരോട് പറയുമ്പോൾ അവർ ചേർക്കും. ബെനിഫിഷ്യറി ലോഗിൻ വഴി ന്യൂ രജിസ്ട്രേഷൻ എടുത്ത് അവർ ചേർത്ത് കഴിയുമ്പോൾ അവരുടെ കയ്യിൽ പെൻഡിങ് കാണിക്കും. നമ്മുടെ ബെനിഫിഷ്യറി റിക്വസ്റ്റിൽ അത് വരും. ഞാൻ ജസ്റ്റ് പോർഷൻ ട്രാക്കറിൽ നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ നിന്ന് 4 നോക്കി നിങ്ങൾ ലോഗൗട്ട്, സെലക്ട് ലാംഗ്വേജ്, അപ്ഡേറ്റ്, അംഗനവാടി ലൊക്കേഷൻ്റെ മുകളിലുണ്ട് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ്. ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ബെനിഫിഷ്യറിയുടെ ഇത് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ നിങ്ങളുടെ ഈ സെൻറ്ററിലെ ടീച്ചറുടെ ഭാഗമായുള്ള ബെനിഫിഷ്യറീസ് അവരുടെ ബെനിഫിഷ്യറി ലോഗിനിൽ കയറി ചെയ്തിട്ടുള്ള കേസുകളാണ്. ഈ കുട്ടികളെ ഇപ്പോൾ ആർച്ച, സ്വീറ്റി, ആതിര, അഖില ഇവരൊക്കെ ഈ ബെനിഫിഷ്യറി ഉണ്ടല്ലോ ഇപ്പോൾ കിടക്കണം, ഇവരുടെ ബെനിഫിഷ്യറി ലോഗിനിൽ നോക്കുമ്പോൾ പെൻഡിങ് എന്നാണ് പറയുക, സ്റ്റാറ്റസ് പെൻഡിങ് എന്നാണ് കാണിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർ യാതൊരുവിധ ആക്ഷനും എടുത്തിട്ടില്ല. അക്സെപ്റ്റും അപ്രൂവും ചെയ്തിട്ടില്ല, റിജക്റ്റും ചെയ്തിട്ടില്ല, സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല, തള്ളിക്കളയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ കയ്യിൽ പെൻഡിങ് എന്ന് കാണിക്കും. ടീച്ചർമാരുടെ പോർഷൻ ട്രാക്കറിലേക്ക് ഇത് വന്നിട്ടും ഉണ്ടാവില്ലേ. കാരണം പോർഷൻ ട്രാക്കറിലേക്ക് ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അപ്രൂവ് ചെയ്യണം. നമ്മളിത് അപ്രൂവ് ചെയ്താൽ മാത്രമേ പോർഷൻ ട്രാക്കറിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 2 ഉപകാരമുണ്ട് ഇവിടെ. ഇതുപോലെ ബെനിഫിഷ്യറി സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നേരിട്ട് ഇത് അപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഏതാണ് കാറ്റഗറി ആ കാറ്റഗറിക്ക് ഒരു കയറി വരും. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം, പലരും ആധാർ കാർഡ് തരാനോ പല ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാനോ പല ബെനിഫിഷ്യറീസും ബുദ്ധിമുട്ട് പറയണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് സ്വന്തമായി ചെയ്യാൻ കൊടുത്താൽ അവർക്ക് തന്നെ എൻ്റർ ചെയ്ത് കയറ്റാം. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഇവിടെ നമുക്ക് സോൾവ് ആവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പെൻഡിങ് എടുക്കും. ഇപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്യും? പെൻഡിങ് എന്നുള്ള ഈ ഡീറ്റെയിൽസ് നോക്കി. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ആർച്ച കേക്ക്, ഏറ്റവും മുകളിൽ കിടക്കുന്ന ആർച്ച കേക്ക് നോക്കിയപ്പോൾ ശരി തന്നെയാണ്. ആർച്ച കേക്കിനെ ഇവരെ ബെനിഫിഷ്യറിയാണ്. നിലവിൽ ഇവരെ പോർഷൻ ട്രാക്കറിൽ ആ കാറ്റഗറിയിൽ ആർച്ച കേക്ക് വന്നിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ കുട്ടീനെ അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഡീറ്റെയിൽസോടെ കാണിക്കും. കണ്ട? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരുമല്ലോ. അതിൽ നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡെലിവറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി ആധാറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഉണ്ട്, 5 ഡിജിറ്റ് ഉണ്ട്. കണ്ട? അപ്പോൾ 1024 ആ 4 ഡിജിറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നിങ്ങൾ ഈ കുട്ടി നിങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരേണ്ട കുട്ടി തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൽ താഴെ അക്സെപ്റ്റ് കണ്ട, ആ അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പച്ച കളറുള്ള അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ആക്സെപ്റ്റഡിലേക്ക് വരും. അതായത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെനിഫിഷ്യറിയിൽ പോയിട്ട് നോക്കുമ്പോൾ അവിടെ അവരിൽ ആക്റ്റീവ് എന്ന് കാണിക്കും പച്ച കളറിൽ. അപ്പോൾ അവർക്ക് സന്തോഷമായി. നമ്മുടെ പോർഷൻ ട്രാക്കറിൽ നിങ്ങൾ കയറി നോക്കുമ്പോൾ ആ കാറ്റഗറിയിൽ കുട്ടി വന്നിട്ടും ഉണ്ടാവും. ഈസി പ്രോസസ്സാണ്. അല്ല നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഈ കുട്ടി ഇവിടെ വരേണ്ടതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിജക്റ്റ് കണ്ട, അതിൻ്റെ താഴെ കണ്ട റിജക്റ്റ്, ആ റിജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ റിജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റിലേക്ക് പോവും. കാരണം ഈ റിജക്റ്റ് എന്തിനു യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്ത കുട്ടി തന്നെയായിരിക്കാം. മേ ബി എന്തെങ്കിലും ചെറിയ ഗ്ലിച്ച് അല്ലെങ്കിൽ എറർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ അംഗനവാടി ബെനിഫിഷ്യറിയിലുള്ള കുട്ടീനെ ഒന്നുകൂടി ബെനിഫിഷ്യറി എന്തെങ്കിലും കാരണവശാൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കയറി വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയാം. മനസ്സിലായോ? അപ്പോൾ
ഇത് അപ്രൂവ് ചെയ്യണത്, ഇത് വെരിഫൈ ചെയ്യണത് അംഗനവാടി ടീച്ചർമാരാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കുറേ നമുക്ക് കാണാൻ പറ്റി. അതായത് ടീച്ചർമാർ അപ്രൂവ് ചെയ്യാണ്ട് പെൻഡിങ് വന്നിട്ട് കിടക്കണ ഒരുപാടെണ്ണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ വരരുത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു മെത്തേഡ്, നമ്മുടെ പോർഷൻ ട്രാക്കർ ഡാഷ്ബോർഡ് ഓഫീസിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടൊരു മെത്തേഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിൽ ഡാഷ്ബോർഡിൽ നമ്മൾ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ബെനിഫിഷ്യറി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ താഴെ നീല കത്തി കിടക്കണല്ലേ ബെനിഫിഷ്യറി ഡാഷ്ബോർഡ്. ഈ ബെനിഫിഷ്യറി ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടീച്ചർ ഓരോ അംഗനവാടി വൈസ് നമുക്ക് കാണാം. ഓരോ പഞ്ചായത്തും ഓരോ അംഗനവാടി വൈസും ആ ടീച്ചർക്ക് എത്ര റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര എണ്ണം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം എന്താ പറയുക ഒരു സ്റ്റാറ്റസും ചെയ്യാത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഓരോ പഞ്ചായത്തായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് സെലക്ട് ചെയ്തപ്പോൾ ടോട്ടൽ റിക്വസ്റ്റ്, അതായത് ബെനിഫിഷ്യറി ചെയ്തിട്ട് ഇതുപോലെ നേരത്തെ കണ്ട പോലെ റിക്വസ്റ്റ് അയച്ചത് 12 പേര് അയച്ചിട്ടുണ്ട്. ടോട്ടൽ റിക്വസ്റ്റ് കണ്ട 12. അതിൽ അപ്രൂവ്ഡ് ബൈ അംഗനവാടി വർക്കർ നിങ്ങൾ നോക്കിയാൽ ഒന്നുള്ളൂ, ഒരു എണ്ണം മാത്രമാണ്. ഈ 12ൽ ഒരെണ്ണം അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 11 റിജക്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ 11 പെൻഡിങ് കാണിക്കണേ. അതായത് ഒരു രീതിയിലുള്ള ആക്ഷൻ എടുക്കാത്തത്. അങ്ങനെ വരരുത്. ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പോർഷൻ ട്രാക്കർക്ക് കയറി വരേണ്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ ഇത് കൊടുക്കുക, ആക്സെപ്റ്റ് കൊടുക്കണം. അല്ലാത്ത കേസ് റിജക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ പലരും ബുദ്ധിമുട്ട് പറയണമായിരുന്നു അങ്ങനെ കുട്ടികളെ ചേർത്തിട്ട് വരുന്നില്ല എന്ന്. അങ്ങനെ ബുദ്ധിമുട്ട് പറയണവരൊക്കെ എന്ത് ചെയ്യുക, ഈ സ്വന്തമായിട്ട് ബെനിഫിഷ്യറിക്ക് ചെയ്യാൻ കൊടുക്കുക. ചെയ്യുമ്പോൾ അവരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയണം. ആധാർ കാർഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റർ ചെയ്യാനായിട്ട് പറയണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കയറി വരില്ല. ഓക്കെ. അപ്പോൾ ഞാനത് കുറച്ച് സ്ഥലങ്ങളുടെ ഇങ്ങനെ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ വേറെ ഒരു എടുത്തപ്പോൾ ടോട്ടൽ 15 റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ. ആ 15 റിക്വസ്റ്റ് വന്നതിൽ ഒരെണ്ണം പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? എന്നാൽ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അംഗനവാടിയിലത്തെ നിലവിൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടതല്ലാത്ത കുട്ടികളെ വന്നപ്പോൾ ആൾ റിജക്റ്റ് ചെയ്തു. ഒന്നില്ലെങ്കിൽ ഓൾറെഡി പോർഷൻ ട്രാക്കറിലുള്ള കുട്ടിയായിരിക്കും, രണ്ടാമത് ഒരു ബെനിഫിഷ്യറി ചെയ്തായിരിക്കും, അപ്പോൾ അത് റിജക്റ്റ് ചെയ്തു. ഇവിടെ നോക്കി നിങ്ങൾ ടോട്ടൽ റിക്വസ്റ്റ് 7 അതിൽ ഒരെണ്ണമാണ് അപ്രൂവ് ചെയ്തത്, 5 അപ്രൂവ് ചെയ്തിട്ടില്ല. ടോട്ടൽ റിക്വസ്റ്റ് 17 ആ 17ൽ 7 റിജക്റ്റ് ചെയ്തു, 5 അപ്രൂവ് ചെയ്തു, 5 പെൻഡിങ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പഞ്ചായത്ത് ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മുകളിൽ ഫിൽറ്റർ ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ ആ ഫിൽറ്റർ ചെയ്തിട്ട് നിങ്ങൾ ഓരോ പഞ്ചായത്ത് വൈസ് ചെക്ക് ചെയ്തിട്ട് വേണം ഇത് എൻ്റർ ചെയ്യാനായിട്ട്. എൻ്റർ ചെയ്യുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് എൻട്രി വരുത്തിയിട്ട് വേണം ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഡാഷ്ബോർഡ് ടീച്ചർമാർക്ക് കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഓഫീസിൽ നിന്നും കിട്ടുന്ന ഡാഷ്ബോർഡാണ്. അപ്പോൾ നമ്മൾ ഓഫീസ് ലെവലിൽ നമുക്ക് ഇവിടെ ഒരു ഏരോ ഈ ഏരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഫയലായിട്ട് കിട്ടും. എക്സൽ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരും. അയച്ചു തരുമ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടവരെ ആക്സെപ്റ്റ് ചെയ്യുക, അപ്പോൾ അതുപോലെ റിജക്റ്റ് ചെയ്യേണ്ടവരെ റിജക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ആധാർ കാർഡോ മറ്റോ അവരുടെ രേഖകളൊക്കെ തരാൻ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അവരോട് തന്നെ ബെനിഫിഷ്യറി ലോഗിനിൽ കയറി ചെയ്യാൻ പറയുക. അങ്ങനെ ബെനിഫിഷ്യറി ലോഗിനിൽ കയറി അവർക്ക് ഈസി ആയിട്ട് ബെനിഫിഷ്യറി ലോഗിൻ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കാം. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ബെനിഫിഷ്യറി ലോഗിനിൽ കയറും. ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ കാണിക്കാം. ഇവിടെ നിങ്ങൾ മൂന്നാമതായിട്ട് കിടക്കണ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ലോഗിൻ, അതുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറയുക. ബെനിഫിഷ്യറിയോട് അവിടെ ക്ലിക്ക് ചെയ്യാൻ പറയുക. അങ്ങനെ ബെനിഫിഷ്യറി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ അടിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ പോർഷൻ ട്രാക്കറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കുന്നുണ്ട്. ബെനിഫിഷ്യറിയുടെ വേറെ നമ്പർ അടിക്കരുത്. പോർഷൻ ട്രാക്കറിൽ അവർ രജിസ്റ്റർ ചെയ്ത നമ്പർ അവിടെ അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ റിക്വസ്റ്റ് OTP വരും. ആ റിക്വസ്റ്റ് ഒരു OTP ആ നമ്പറിലേക്ക് പോവും. ആ OTP അവിടെ അടിച്ചു കൊടുക്കാം. OTP അടിച്ചെടുത്ത് കഴിയുമ്പോൾ തുറന്നു വരും. ഈ ബെനിഫിഷ്യറിയിലെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ പേജ് തുറന്നു വരും. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏതാണോ കാറ്റഗറി, PM ആണെങ്കിൽ PM, LM ആണെങ്കിൽ LM, 0-6 ആണെങ്കിൽ 0-6, 6-3 ആണെങ്കിൽ 6-3, ഏതാണ് കാറ്റഗറി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് അടിക്കണം. നിങ്ങൾക്കറിയാലോ ഓരോ കാറ്റഗറിക്ക് അടിക്കേണ്ട ഡീറ്റെയിൽസ് അറിയാലോ, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിന് ശേഷം അവരിതൊക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരിൽ പെൻഡിങ് എന്ന് കിടക്കും. നമ്മുടെ മോർ ഓപ്ഷനിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റിൽ ഇത് വന്നിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്യുക. അതിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കുട്ടിയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അല്ലാത്ത റിജക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.